ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര ഒരു വീക്കെൻഡ് ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അതായത് ലുലു മാളിൽ ഗംഭീര ഓഫർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. ബാംഗ്ലൂർ 8, 9, 10, 11 തീയതികളിലാണ് ഈ ഓഫർ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നാട്ടിൽ ഇതിനും ഭയങ്കര ഓഫറിലൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കായിരിക്കും ലുലു മാളിൽ എന്നറിയാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഇയർ എൻഡ് അല്ലെങ്കിൽ ക്ലിയറൻസ് സെയിൽ പോലെയുള്ള ഈ ഒരു വലിയൊരു ഓഫറിൽ പർച്ചേസ് ചെയ്യാൻ പോണത് ആദ്യമായിട്ടാണ്, അതും ലുലു മാളിലോട്ട് കേട്ടോ. അപ്പോൾ അതേ വന്നപ്പോൾ തന്നെ ആദ്യം കയറിയത് ലുലു ഫാഷൻ സ്റ്റോറിലോട്ടാണ് കേട്ടോ. അവിടെ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഞാൻ എങ്ങനെ എടുത്തു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്കും തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു എക്സ്പീരിയൻസിലോട്ട് ഞാൻ ആദ്യമായിട്ടാണ്, ഇങ്ങനെ തിരക്കുള്ളൊരു ഷോപ്പിങ്ങിലോട്ട് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം ഈ ബാഗുകൾക്കൊക്കെ, വാനിറ്റി ബാഗുകൾക്കും അത് പലതരത്തിലുള്ള ബാഗുകളുണ്ട് കേട്ടോ. അതിനൊക്കെ ഭയങ്കര ഓഫറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, എല്ലാ കളറിലും, അതായത് എല്ലാ ഒരു ഷേപ്പിലും, എല്ലാ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിലുമുള്ള പ്രോഡക്റ്റുകൾ, ബാഗുകൾ അവിടെ ഉണ്ട് കേട്ടോ. ജ്വല്ലറി കളക്ഷൻസ്, ഞാനിത് കാണിക്കുന്നത് ചെറിയൊരു ഭാഗം മാത്രമാണ് കേട്ടോ. എനിക്ക് കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ കാണിച്ചു തരാൻ പറ്റണില്ല. വെച്ചാൽ നമുക്ക് നോക്കുകയും വേണം, പർച്ചേസ് ചെയ്യണം, അത് സെലക്ട് ചെയ്യണം, അതിൻ്റെ കൂടെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ അത് തിരക്കും. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. നല്ല നല്ല കളറിൽ, നല്ല ലൈറ്റ് കളറിലും, അതേപോലെ നല്ല ഭംഗിയുള്ള കുറേ അധികം ബാഗുകളുണ്ടായിരുന്നു കേട്ടോ. ഓരോ ബാങ്കിനും, ഓരോ ബ്രാൻഡിൻ്റെ ബാഗിനും ഡിസ്കൗണ്ട് പ്രൈസിലാണ് കേട്ടോ, ഫ്ലാറ്റ് ഡിസ്കൗണ്ടാണ് കേട്ടോ. അപ്പോൾ ലെതർ ബാഗുകളും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റിയാണ്, ഇൻ്റർനാഷണൽ ക്വാളിറ്റിയാണ്. എനിക്ക് ചിലപ്പോൾ ചില റേറ്റൊക്കെ നോക്കുമ്പോൾ ഇവർ കൂട്ടിയിട്ടിരിക്കുകയാണെന്ന് തോന്നുമെങ്കിലും നമുക്ക് ഈ ഒരു റേറ്റിന്, ഒരു 50%, 70% ഓഫറിന് നമുക്ക് ഒരിക്കലും ഈ ബാഗുകൾ കിട്ടില്ല കേട്ടോ. അത്രയ്ക്കും നമ്മൾ കേൾക്കാത്ത ഇൻ്റർനാഷണൽ ബ്രാൻഡുകളാണ്. ലെവീസിൻ്റെ ബാഗിനൊക്കെ 70%, 60% ഓഫേഴ്സാണ് കേട്ടോ. ഇതൊക്കെ ലെവീസിൻ്റെ ബാഗുകളാണ് കേട്ടോ, ഇൻ്റർനാഷണൽ ബ്രാൻഡുകളാണ്. അതും ആ ഒരു കളറും ആ ഒരു പാറ്റേണും അതിൻ്റെ ഒരു ഷേപ്പും നമുക്ക് കൺഫ്യൂഷനായി പോകും ഏത് ബാഗ് എടുക്കണം എന്നുള്ളത്. ഞാൻ എന്തായാലും 1-2 ബാഗ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 70% ഓഫർ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയും ഈ റേറ്റിന് കിട്ടില്ല. അപ്പോൾ ഒരു 5,000 പറയുമ്പോൾ അതിന് നേരെ 32,500 വരുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഇൻ്റർനാഷണൽ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കുകയും ചെയ്യാം. അത്രയ്ക്ക് അധികം കളക്ഷൻസാണ് അവിടെ ഉള്ളത് കേട്ടോ. നമുക്ക് കണ്ണ് മഞ്ഞളിക്കും എന്നൊക്കെ പറയില്ലേ, അതുപോലെയുണ്ട്. എല്ലാ ലഗേജ് ബാഗുകളായാലും ടൂറൊക്കെ പോകുമ്പോൾ ഉണ്ടാകും, ടൂറിസ്റ്റ് അങ്ങനത്തെ ടൈപ്പ് ബാഗുകളാണെങ്കിലും ഏത് വേണമെങ്കിലും. അതൊരു കളറൊക്കെ ആണെങ്കിൽ ഭയങ്കര യൂണീക്കായിട്ടുള്ള കളറുകൾ, യെല്ലോ കളറുള്ള ബാഗുകൾ ഭയങ്കര യൂണീക്കായിട്ട് എനിക്ക് തോന്നി. നല്ല രസമുണ്ട് കേട്ടോ. ഇൻ്റർനാഷണൽ ക്വാളിറ്റിയാണ്, ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഇടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ലുക്ക് തോന്നിക്കും. അപ്പം ഞാൻ വാങ്ങിച്ചത് ഈ ഒരു, എൻ്റെ കയ്യിൽ ബ്ലാക്കിൽ ഈ ഒരു ഷേപ്പുള്ള ബാഗ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വാൻ ഹുസൈൻ്റെ ഈ ഒരു ബാഗാണ് കേട്ടോ വാങ്ങിച്ചത്. എനിക്ക് ഹസ്ബൻഡ് സെലക്ട് ചെയ്ത് തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഈ ഒരു ഹിഡൻ കമ്പാർട്ട്മെൻ്റൊക്കെ ഉള്ളിലാണ്, നല്ല ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്. നമുക്കൊരു മിനി ലാപ്ടോപ്പ് വയ്ക്കാം. പിന്നെ നമുക്ക് ടൂറൊക്കെ പോകുമ്പോഴും അതുപോലെ തന്നെ പുറത്തൊക്കെ പോകുമ്പോൾ നല്ല സുഖമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. എനിക്കിഷ്ടം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വാൻ ഹുസൈൻ്റെ ഈ ഒരു പാറ്റേണിൽ, ഈ ഒരു പ്രൈസിലുള്ള ഈ ബാഗിൽ ഈ ഒരൊറ്റ ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ഒരൊറ്റൊരു പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എടുത്തു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 4,600 സംതിങ് ആണ്. അതിൻ്റെ പകുതി 50% ഡിസ്കൗണ്ടിൽ 2,350 രൂപയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ആയത്. പക്ഷേ ആ ഒരു വിലയ്ക്ക് ഇത് നല്ലൊരു വെർത്ത് പർച്ചേസിങ് ആയിരുന്നു കേട്ടോ. നമുക്ക് കുറേ കാലങ്ങൾ ഉപയോഗിക്കാം, യാതൊരു കേടും വരില്ല. അതായത് വാൻ ഹുസൈൻ്റെ ബ്രാൻഡാണല്ലോ, അപ്പോൾ നല്ല പ്രോഡക്റ്റ് ആയിരിക്കും എന്തായാലും. അപ്പോൾ ഒരുപാട് ഹിഡൻ കമ്പാർട്ട്മെൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു ബാഗ് കേട്ടോ. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഈ ഒരു ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് ക്യാരി ചെയ്യാനായിട്ടും പറ്റും. ഈ ഒരു ബാഗാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് മന്ത് പോയപ്പോൾ ഒരു ബാഗ് വാങ്ങിച്ചിരുന്നു ലുലു മാളിൽ നിന്ന്. പക്ഷേ ഇത് കണ്ടപ്പോൾ മേടിക്കണം തോന്നി. പിന്നെ ഞങ്ങൾ പോയത് ഡ്രസ്സിൻ്റെ ഐറ്റം, വുമണിൻ്റെ കുർത്ത ആ ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ. അവിടെ പോയപ്പോൾ അതിന് വലിയ തിരക്കായിരുന്നു. ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ അജ്രക്കിൽ വരുന്ന നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. അതിന് ഡിഫറെൻറ്റ് ഷെയ്ഡ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. ബ്ലാക്ക്, ബ്ലൂ, റെഡ്, മെറൂണ്, യെല്ലോ, അങ്ങനെ പല ആ ഒരു മെറ്റീരിയലിൽ വരുന്ന
നല്ല സോഫ്റ്റ് കോട്ടൺ 1699 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അതിൻ്റെ 50% സെയിൽ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആയിരുന്നു കേട്ടോ. നല്ല മെറ്റീരിയലായിരുന്നു, നല്ല സോഫ്റ്റ്, എന്താ പറയുക, നമ്മൾ ഇടുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് കംഫി ആയിട്ട് കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഞാൻ കണ്ടത് ലിബാസിൻ്റെ കളക്ഷൻ കണ്ടിരുന്നു കേട്ടോ. ലിബാസിൻ്റെ ഈ പാർട്ടി വെയറും അതേപോലെ നമ്മൾ ഈ കൂടുതലും നോർത്ത് ഇന്ത്യൻസാണ് ഇത് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അതിൻ്റെ എല്ലാ കളറിലും അടിയിൽ പാവാടയും പിന്നെ മുകളിൽ ഷോർട്ട് ടോപ്പും പിന്നെ ദുപ്പട്ടയായിട്ട് ഹെവി ദുപ്പട്ടയായിട്ട് വരുന്ന ആ ഒരു ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ചുരിദാർ എന്തോ പറയാമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരുവിധം കളേഴ്സും എല്ലാം അവൈലബിൾ ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു 4000 ആ റേഞ്ചിലായിരുന്നു വന്നിരുന്നത്. നല്ല മെറ്റീരിയലാണ്, സിൽക്ക് മെറ്റീരിയലാണ്. അതിൽ ദുപ്പട്ട, അതുപോലെ പാൻറ്റ്, അതുപോലെ ടോപ്പ്, ഹെവി എംബ്രോയ്ഡറി ത്രെഡ് വർക്കിൽ ചെയ്തിട്ടുള്ള ഹെവി എംബ്രോയ്ഡറി വർക്ക് വരുന്ന വർക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ മജന്ത, അതുപോലെ തന്നെ യെല്ലോ, മസ്റ്റേർഡ് യെല്ലോ, പിന്നെ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു അടിപൊളിയായിരുന്നു. പിന്നെ ബ്ലാക്ക് കണ്ടിട്ട് പിന്നെ അടുത്ത സെറ്റിലേക്ക് പോയപ്പോൾ അതിനും അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ കളേഴ്സും ഭയങ്കര രസമായിരുന്നു. നമുക്ക് ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ റെഡ് നോക്കൂ, ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ ഫുൾ സെറ്റ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. റെഡ് കഴിഞ്ഞ് പിന്നെ കണ്ടപ്പോൾ അതിനും അടിപൊളിയാന്ന് തോന്നി. അതായത് ഈ ഒരു ലാവണ്ടർ, ഒരു മുന്തിരി കളർ എന്നൊക്കെ, ഗ്രീൻ കളർ എന്ന് പറയുമല്ലോ, അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അവിടെ നിൽക്കുന്നവർക്കും ഈ ഒരു കൺഫ്യൂഷൻ ഏതെടുക്കണം എന്നുള്ളത്. അത്രയ്ക്കും കളക്ഷൻസ് ഉണ്ടായിരുന്നു, കളേഴ്സ് അവൈലബിൾ ആയിരുന്നു. മാത്രമല്ല നല്ല ഡിസ്കൗണ്ടും പ്രൈസിലാണല്ലോ അവരത് കൊടുക്കുന്നത്. പിന്നെ ഒരു പീച്ച് കളർ ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല കളർ അല്ലേ, നല്ല ഷെയ്ഡ്. ഇത് നല്ല ഷെയ്ഡ്, ഇത് ലൈറ്റ് കളറാണ് നല്ലത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വീഡിയോ വെച്ചിട്ടുള്ളത് ഇതും എനിക്കിഷ്ടമായി, ബ്ലാക്കും ഇഷ്ടമായി. എനിക്ക് എനിക്ക് ഇഷ്ടമെന്ന് തോന്നിയ ഒരു വെറൈറ്റി പാറ്റേണുള്ള ടൈപ്പ് മാത്രമേ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ. മറ്റതൊക്കെ നമ്മൾ സാധാരണ കാണുന്നതല്ലേ. ഇതെനിക്കൊരു വെറൈറ്റി ആയി തോന്നി കേട്ടോ. നല്ല മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്, നല്ലൊരു ഡിഫറെൻറ്റ് ഷെയ്ഡും ആയിരുന്നു കേട്ടോ. ലേസ് വർക്ക് വീനക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് 1399 രൂപ. അതിൻ്റെ 50% ഡിസ്കൗണ്ട്, ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേണിൽ എൻ്റെ നെക്കിൻ്റെ ഭാഗമായാലും ഒരു ഡിഫറെൻറ്റ് വർക്കായിരുന്നു കേട്ടോ. നെക്കിൻ്റെ ഒരു പോർഷനിലായാലും അതിൽ കൊടുത്തിരിക്കുന്ന ത്രെഡ് വർക്കും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഒരു ഡിസൈനും പാറ്റേണൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. കളേഴ്സും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി കേട്ടോ. അതും ഒരു 1399 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് 50% എന്ന് പറയുമ്പം ഒരു 650 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. 699 ആ റേഞ്ചിൽ ഏകദേശം വരും. ഇനി ഇതിൻ്റെയൊക്കെ ഹാഫ് പ്രൈസാണ് കേട്ടോ നമുക്ക് ഏതെടുത്താലും. ഡിഫറെൻറ്റ് ബ്രാൻഡ് ആയാലും 50% ഫ്ലാറ്റ് ഓഫറാണ് കേട്ടോ. പിന്നെ എനിക്ക് യുണീക്കായിട്ട് തോന്നിയത് ഈ ഒരു ബ്രാൻഡാണ് കേട്ടോ. അതായത് കൃതി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അത് ഖാദി കോട്ടണിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ എംബ്രോയ്ഡറി ചെയ്തിട്ടായാലും പെയിൻറ്റ് ചെയ്തിട്ടായാലും ഒരു ഡിഫറെൻറ്റ് പാറ്റേണിൽ അടിയിൽ ഫ്രില്ലൊക്കെ വരുന്ന ടൈപ്പ് ഫ്രോക്ക് പോലെയൊക്കെ നമുക്ക് ഇടാം കേട്ടോ. നല്ല ഭംഗി തോന്നി. അപ്പോൾ നമുക്ക് ഈ അടിയിൽ ഫ്രില്ലൊക്കെ വന്നിട്ടൊരു ഉടുപ്പ് പോലെയൊക്കെ ഇടാം. അതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡുകൾ, പല ഒരു എന്താ പറയുക, ഖാദി കോൺസെപ്റ്റാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ട്. യോക്ക് പോർഷനിൽ ഇങ്ങനെ ചെറിയൊരു വർക്കൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇത് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പ്രൈസ് ഉണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. മക്കൾക്കൊക്കെ മോൾക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. ആലിയക്കട്ട് ഡിസൈനിലാണ് കേട്ടോ ഇതിൻ്റെ യോക്ക് പോർഷനിൽ ആ ഒരു ഡിസൈൻ വരുന്നത്. ഇത് ഹാൻഡ് എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് യോക്ക് പോർഷനിൽ കേട്ടോ. അങ്ങനെ ഇതിൻ്റെ 2-3 പാറ്റേൺ ഞാൻ കണ്ടിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ വില ഭയങ്കരമായിരുന്നു കേട്ടോ. ഇത് ന്യൂ അറൈവൽ ആയതുകൊണ്ട് ഇതിന് വലിയ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നില്ല. നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ. 2000 എബോവ് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു കുർത്തയ്ക്ക് കേട്ടോ. കൃതി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിരുന്നു കേട്ടോ. അവിടുത്തെ പോയതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് ഒരു പൂരപ്പറമ്പിൽ ആൾക്കാരുണ്ടായിരുന്നു. ഇത് കിട്ടിയപ്പോൾ തന്നെ ഒരു 1.5 മണിക്കൂർ ലേറ്റായി. 1.5 മണിക്കൂർ ക്യൂ തന്ന ശേഷമാണ് ബില്ലിങ് കഴിഞ്ഞത്. അതിന് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ രാത്രിയായി ഞങ്ങൾ തിരിച്ച് പോന്നപ്പോൾ ഏകദേശം 9 മണി 9:30 ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി കാണുന്ന ലുലുവിൻ്റെ ഫ്രണ്ടേജാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഞങ്ങൾ യൂട്ടേൺ എടുത്ത് തിരിച്ച് വരാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ ഒരു മാളല്ല.
എന്നാലും അത്യാവശ്യം വലുപ്പമുണ്ട്. ഇവിടെ വൺ ഓഫ് ദ ബിഗസ്റ്റ് മാൾ എന്ന് വേണമെങ്കിൽ പറയാം ലുലു മാൾ. പ്രത്യേകിച്ചും അതിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് കോൺസെപ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടം, ഈവൻ എനിക്ക് പോലും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.